യേശുനാമം അതിശയനാമം എനിക്കിമ്പനാമം യേശുനാമം അതിശയനാമം എനിക്കിമ്പനാമം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സങ്കീർത്തനം 118:24 നമ്മളെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. കർത്താവിൻ്റെ വചനം എപ്പോഴും നമുക്ക് ആശ്വാസവും എപ്പോഴും സന്തോഷവും സമാധാനം നൽകുന്നതാണെന്ന് നമുക്കറിയാം. ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിന് ഈസിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഈ വചനം പാലിക്കുമ്പോഴാണ്. ഇവിടെ സങ്കീർത്തനം 118:24 നമ്മളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്ന് എന്നുള്ളതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഇന്നത്തെ രണ്ടാമത്തെ എൻ്റെ നിയോഗം സന്തോഷമായിരിക്കണം എന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം, ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാമെന്ന് സങ്കീർത്തനം ഈ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദിവസമാണ്. ഓരോ ദിവസവും ദൈവം തമ്പുരാനാണ് നമുക്ക് ഇത് ഒരുക്കി തന്നിരിക്കുന്നത് എന്നുള്ള ആ ചിന്ത നമുക്കുണ്ടായിരിക്കണം ഓരോ ദിവസവും. അപ്പൊ ആ ഓരോ ദിവസത്തിനും പ്രാധാന്യം കൊടുത്താൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിൻ്റെ ആ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നുണ്ട്, ഇന്ന് ദൈവം എനിക്ക് ഒരുക്കി തന്ന ഇന്ന് എത്രയോ മക്കൾ ഈ ലോകത്ത് നിന്ന് വേർവിട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നേ ദിവസം ദൈവം എനിക്ക് ജീവിക്കാനായിട്ട് ഒരവസരം തന്നതിന് നമുക്ക് നന്ദി പറയാറുണ്ടോ? ആ സന്തോഷം അനുഭവിക്കണമെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പം തന്നെ ദൈവമേ ഈ ദിവസം കാണുവാനായിട്ട്, ഇന്നേ ദിവസം കാണുവാൻ എന്നെ അനുവദിച്ചതിന് കോടാനുകോടി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓർക്കേണ്ടതാണ്, അത് സന്തോഷിക്കാനുള്ള ദിവസമാണ്. ഇന്ന് എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ള ദിവസമാണെന്ന്. അപ്പം വിലാപങ്ങളില് മുമ്പ് പറഞ്ഞതിനേക്കാൾ ഒന്നുകൂടെ വ്യത്യാസമായിട്ട് അറിയാം. വിലാപങ്ങളില് 3-ാം അധ്യായത്തിലെ 23-ാമത്തെ വചനം പറയുകയാണ്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നമുക്കറിയാം, ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ സന്തോഷങ്ങളും അനുഭവിക്കണമെങ്കിൽ ഇന്നലത്തെ നമ്മൾ കഴിഞ്ഞു പോയതാണ് അതെടുത്ത് തലയിൽ വെക്കരുത്, വരാനിരിക്കുന്നതും എടുത്ത് നമ്മൾ തലയിൽ വെക്കരുത് എന്ന് പറഞ്ഞാൽ, വരാനിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് അതാത് ദിവസം, അതായത് ഇന്ന് എന്ന് പറയുന്ന ദിവസം സന്തോഷിക്കാൻ പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണമാണ്, ഇന്ന് ഞാൻ സന്തോഷിക്കണമെങ്കിൽ എൻ്റെ കഴിഞ്ഞ കാലം, അതായത് ഇന്നലെ വരെയുള്ളതൊക്കെ ഞാൻ മറന്നു കളയണം. വരാനിരിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാനും പാടില്ല. അങ്ങനെ ഈ 2 മേഖലകളിൽ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഇന്നേ ദിവസം സന്തോഷിക്കാൻ പറ്റത്തില്ല. കാര്യം കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്. അത് സന്തോഷിച്ച് ഉല്ലസിക്കാൻ സങ്കീർത്തനം വിളിച്ചു പറയുമ്പോൾ വിലാപം പറയുകയാണ്, വിലാപത്തിന്റെ പുസ്തകം പറയുകയാണ്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അപ്പൊ ഓരോ പ്രഭാതവും പുതിയതായതുകൊണ്ട് പുതിയ പുതിയ സന്തോഷങ്ങൾ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ, നമുക്കറിയാം പുതുവർഷം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ CK പോൾ പറഞ്ഞു എല്ലാ വർഷവും പുതിയതാണ്, എല്ലാ ദിവസവും പുതിയതാണ് എന്ന് ഞങ്ങൾ തമ്മിൽ ഇച്ചിരി നേരം സംസാരിച്ചുണ്ടെങ്കിലും ശരിയല്ലേ? ഈ കഴിഞ്ഞ വർഷമല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ അത് പുതിയത് തന്നെയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയത് തന്നെയാണ്. ഓരോ നിമിഷങ്ങളും പുതിയ അനുഭവങ്ങളാണ്. അത് അനുഭവിക്കണമെങ്കിൽ കഴിഞ്ഞ കാലത്തിലേക്കോ അതോ വരാനിരിക്കുന്ന കാലത്തിലേക്കോ നാം തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ ഇന്നത്തെ ദിവസം സന്തോഷിച്ച് ഉല്ലസിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ സന്തോഷം നമ്മൾ നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ തിരുവചനം പറയുന്നത്, പ്രഭാഷകൻ 14:14 പറയുന്നത് ഇതാണ്, ഇന്നിന്റെ സന്തോഷം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് സന്തോഷം, ഈ 2 തീമാണ് എന്നാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്നത്തെ ദിവസം ഇന്നിന്റെ സന്തോഷം ഇന്നിന്റെ സന്തോഷം നമ്മളെ നഷ്ടപ്പെടുത്തരുത്.
നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ട എന്നും വെക്കരുത്. ഏത് വചനം എടുത്താലും അതിൻ്റെ അകത്ത് രണ്ട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കർത്താവിന്റെ കാരുണ്യം ഉന്നതമാണ് എന്ന് പറഞ്ഞാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാ, ഇന്നിന്റെ ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസത്തെ പറ്റിയും വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഞാനും നിങ്ങളും ചിന്തിച്ചാൽ ഒരിക്കലും ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ ജനത മുഴുവനും വരാനിരിക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും എടുത്ത് തലയിൽ കയറ്റും, അല്ലെങ്കിൽ മനസ്സിലിരുന്ന് ചിന്തിക്കും. അവർക്ക് സന്തോഷത്തിന് അർഹതയില്ലാത്ത ഒരവസ്ഥയാ. സന്തോഷം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഇന്നിന്റെ സന്തോഷം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ട എന്നും വെക്കരുത്. എങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കണം, എങ്ങനെ സന്തോഷിക്കണം എന്ന് ഫിലിപ്പിയർ 4:4 പറയാണ്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവേൻ. അപ്പൊ ആരെയാ നോക്കേണ്ടത്? നമ്മുടെ സന്തോഷം എവിടുന്നാ കിട്ടുന്നത്? കർത്താവിൽ നിന്നാ. കർത്താവാണ് ഈ ദിവസം നമുക്ക് നൽകിയത്. എങ്കിൽ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ മറ്റൊരാരും നമുക്ക് സന്തോഷം തരത്തില്ല. നമ്മുടെ ഉള്ള സന്തോഷം ഇല്ലാതാക്കാൻ നോക്കുകയാണ്. ഒരുപക്ഷെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ മക്കളെ, അല്ലെങ്കിൽ അയൽവക്കക്കാരെ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിലെ അധികാരികളിലൊക്കെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളും നമ്മളെ തേടി വരും, ഇടിച്ചു കയറി വരും. കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എളിമയുള്ളിടത്താണ് ദൈവാനുഗ്രഹം വരുന്നതും ശക്തനായും വലിയ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഇന്നലെ പറഞ്ഞെങ്കിൽ, രണ്ടാമത്തെ എൻ്റെ ഈ വർഷത്തെ നിയോഗം സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്ന അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. നാം അതിനെ പിടിച്ചു നിർത്തരുത്. ദുഃഖങ്ങളും വേദനകളും വരുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തും, എന്നിട്ട് നമ്മളിൽ അത് കുടികൊള്ളും, എന്നിട്ടുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോകുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ എൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം, വരുന്നത് അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി നെവർ മൈൻഡ്. നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക ഒരു കാര്യത്തിലും. അത് മൈൻഡ് ചെയ്താൽ അതിനെ ഞാൻ പിടിച്ചു വരുത്തി, അത് പോകേണ്ട വഴിക്ക് പോകുന്നില്ല, ഞാൻ അതിനെ തടസ്സപ്പെടുത്തി, അത് എന്നിലേക്ക് വന്ന് നിറയും. അതാണ് നെഗറ്റീവ് എനർജി. ആ വ്യക്തിയുടെ സന്തോഷം ഇല്ലാതായി പോകും. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധി പറയാം, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവേൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവേൻ. അപ്പൊ എടുത്ത് സന്തോഷിക്കാൻ പറയുക. അതിന് ഒന്നാമതായി നമുക്ക് കാണേണ്ട കർത്താവിലാണ് നമ്മുടെ സന്തോഷം കാണേണ്ടത്. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്, എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. 1 തെസ്സലോനിക്ക 5-ാം 16-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവേൻ. എപ്പോഴും ഒരു വ്യക്തിക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കണമെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുവേൻ. എപ്പോഴും പ്രാർത്ഥന അനുഭവത്തിലേക്കായിരിക്കണം. എന്ത് ചെയ്താലും, പച്ചക്കറി അരിഞ്ഞാലും, അരി കഴുകിയാലും, തുണി അലക്കിയാലും, നമ്മളെ കുളിക്കാൻ പോയാലും എപ്പോഴും നമ്മൾ പ്രാർത്ഥനാപൂർവം ചെയ്യണം. കുളി ഒരു പ്രാർത്ഥനയായിട്ട് മാറ്റാം. കുളി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുളിക്കാൻ പറ്റും. പച്ചക്കറി എറിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറി എറിയുമ്പോൾ അതിന് പോലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ദൈവിക ചൈതന്യം അത് കഴിക്കുന്നവരിലെ നെഗറ്റീവ് എനർജി വിട്ടുപോകും. കാര്യം ദുഷ്ടാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥനാപൂർവമാണ് ഈ അരി വെച്ചെങ്കില്, ഈ പച്ചക്കറി അരിഞ്ഞെങ്കില്, നീ കുളിക്കുന്നെങ്കില്, നിന്റെ വീട്ടില് നീ പ്രാർത്ഥനാപൂർവമാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അത് ഭക്ഷിക്കുന്നവരും അതിനെ സ്പർശിക്കുന്നവരും അതിൻ്റെ സൗരഭ്യം ഏക്കുന്നവരും ഇതാ പോസിറ്റീവ് എനർജിയിലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ സന്തോഷം നമ്മൾ പകർന്നു കൊടുക്കാം. സന്തോഷം നമുക്ക് പറഞ്ഞു കൊടുക്കാം. മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. എൻ്റെ അടുത്ത് വരുന്നവരെ എപ്പോഴും ഇപ്പം കുറച്ചു മുമ്പേ 2 പേര് വന്നിട്ട് പോയി. ആ സമയങ്ങളിൽ ഞാൻ അവരെ സ്വീകരിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ചിരി 10 മിനിറ്റ് നേരം നിന്നു. 10 മിനിറ്റ് നേരം അവർ ചിരിച്ച് ഊപ്പാൻ. ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, പക്ഷെ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സന്തോഷം കെട്ടുപോകാതിരിക്കാൻ, നമ്മുടെ സന്തോഷം അണഞ്ഞു പോകാതിരിക്കാൻ നാം വളരെ സൂക്ഷിക്കേണ്ട
സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത് ഊതിക്കെടുത്താനായിട്ട് പല പ്രശ്നങ്ങളും വരും. അതിന്റെ വഴിക്ക്, ആ കാറ്റിനെ അതിന്റെ വഴിക്ക് വിടുന്നത് പോലെ, കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ അറിയുന്നില്ല. അതുപോലെ വരുന്ന സന്തോഷം കെടുത്തുന്നത് അത് അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടുകൊടുക്കാൻ നമ്മൾ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 2 പറയുന്നുണ്ട്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വചനം പറയുന്നുണ്ട്, എന്താ? എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഓ, എന്ത് രസമാണ്! വിവിധ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ പറയാനായിട്ട് ബ്രദറിന് സാധിക്കും. പക്ഷേ അനുഭവം വരുമ്പോഴേ ആ സന്തോഷം ഇല്ലാതായി കളയുകയാണ്. ഇവിടെ വിവിധ പരീക്ഷകൾ വരുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, കാറ്റ് എവിടെ നിന്ന് വരുന്നോ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ സന്തോഷം, എൻ്റെ വിളക്ക് കെട്ടുപോകാൻ, ആ കാറ്റത്ത് കെട്ടുപോകുവാൻ, ആ കാറ്റത്ത് അണഞ്ഞു പോകുവാൻ ഞാൻ ഇടവരുത്തരുത്. കാറ്റ് ഏത് വഴിക്കും വരാം, പ്രതികൂലങ്ങൾ ഏത് വഴിക്കും വരാം, പ്രശ്നങ്ങൾ ഏത് വഴിക്കും വരാം. പക്ഷേ ഞാൻ അതിനെ തടഞ്ഞു നിർത്തിയാൽ നിശ്ചയമായിട്ടും എൻ്റെ വിളക്ക് കെട്ടുപോകും. ഞാൻ അന്ധകാരത്തിലായിരിക്കും. എൻ്റെ സന്തോഷം ഞാൻ നഷ്ടപ്പെടുത്തി. അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യയില്ല. അതുകൊണ്ട് ഇവിടെ യാക്കോബിന്റെ ലേഖനം വിളിച്ചു പറയാണ്, എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പം 1 പ്രാർത്ഥന പൂർവ്വമായിരിക്കും, 1 കർത്താവിലായിരിക്കണം, 2 നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, 3 പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ അത് സന്തോഷത്തോടെ അത് കൈകാര്യം ചെയ്യാനായിട്ട് നാം പഠിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മ ശക്തി, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതിനെ അതിജീവിക്കുവാൻ, പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. നമുക്കറിയാം, ഈശോ ഏദൻ തോട്ടത്തിൽ ഗെത്സമനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി സംഭരിക്കുകയായിരുന്നു. ആ ശക്തി പ്രതികൂലങ്ങളിലെ സന്തോഷിക്കുവാൻ ഒരു മൗനം പാലിച്ചുകൊണ്ട്, ഒരക്ഷരം പോലും ഉരിയാടാതെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു. വിവിധ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ ഇങ്ങനെ പാടിയേ, ദുഃഖത്തിന്റെ പാനാപാത്രം കർത്താവന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. അതെ, സുഖത്തിന്റെയോ വേദനയോടെ, ഒറ്റപ്പെടലിന്റെയോ നിരാശയോടെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ഏതവസ്ഥകൾ വന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിലേക്ക് അത് പരമേൽപ്പിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, നീ കർത്താവിന് കൊടുത്തേക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന ഒരു മേഖല അവിടെയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 9-ാമത്തെ തിരുവചനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ? ആ നഷ്ടപ്പെട്ടു പോയ നാണയം തിരിച്ചു കിട്ടിയപ്പോൾ അവിടെ 15-6 പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയ നാണയം, 9-ാമത്തെ വചനം പറയുന്നു, നഷ്ടപ്പെട്ടു പോയ നാണയം തിരിച്ചു കിട്ടിയപ്പോൾ അവൾ കൂട്ടുകാരെയും മറ്റുള്ളവരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ നാണയം എനിക്ക് തിരിച്ചു കിട്ടി, നിങ്ങൾ എന്നോടൊത്ത് സന്തോഷിക്കുവേൻ. പ്രിയമുള്ളവരെ, നഷ്ടപ്പെടലിന്റെയും കണ്ടുകിട്ടലിന്റെയും മേഖലകളിലെ നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നാലും നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നത് നഷ്ടപ്പെട്ടു പോകത്തില്ല, നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ സഖ്യോസിന് ഒരു അനുഭവം ഉണ്ടായി. സഖ്യോസിനൊക്കെ പറയാ, ഇന്ന് ഈ ഭവനത്തിന്റെ രക്ഷ, സന്തോഷിക്കുകയാണ്. ഇന്ന് ഈ ഭവനത്തിന്റെ രക്ഷ, ഇന്ന് എന്ന് വിളിക്കുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കാം. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 20-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. ലൂക്ക 10:20 പറയുന്നുണ്ട്, എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു. വചനപ്രഘോഷകരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ നമ്മൾ അതും ഇതുമൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കരുത്. കാര്യം പിശാച് നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട. അതായത് പ്രാർത്ഥിച്ച് ആ കാര്യം സാധിച്ചു, ഈ കാര്യം സാധിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷിക്കണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അപ്പൊ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു.
അപ്പൊ നമ്മൾ ഈ ലോക കാര്യങ്ങളിലല്ല സന്തോഷിക്കേണ്ടത്, കർത്താവിൽ സന്തോഷിക്കാനുള്ള വഴി. അതായത് കർത്താവ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ സന്തോഷിക്കേണ്ടത് എൻ്റെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാം, അങ്ങനെ സന്തോഷിക്കാം. അല്ല അത് കിട്ടി ഇത് കിട്ടിയെന്നും പറഞ്ഞ് നമ്മൾ സന്തോഷിക്കേണ്ട. അതുകൊണ്ട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവത്തിന്റെ വചനം 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ 11-ാമത്തെ വചനം പറയുന്ന ഒരു വാക്കുണ്ട്. അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ. അവസാനമായിട്ട് വീണ്ടും പറയാ, സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ. ആ നവീകരണം വേണമെന്ന് പറയുക. കാര്യം വചനം കേട്ടാ പോരാ, എൻ്റെ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറണം. എൻ്റെ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുന്നില്ല എങ്കിൽ ഞാൻ പഴയ മനുഷ്യനാ. ആ പഴയതെല്ലാം നിന്റെ പഴയതിനെ നീ ഉരിഞ്ഞു മാറ്റാൻ തയ്യാറല്ല. അപ്പൊ നിന്റെ പഴയത് കിടക്കുന്നതുകൊണ്ട് നിനക്ക് പുതിയ അനുഭവം ഉണ്ടാകുന്നില്ല. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റുന്നില്ല. സന്തോഷം നിനക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിന്റെ പഴയ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും എടുത്തിടുന്നെങ്കിൽ, വീണ്ടും വീണ്ടും നീ പറയുന്നെങ്കിൽ നമ്മൾ ഭക്ഷിച്ചത് തികട്ടി വരുന്ന പോലെ ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരരെ, ദൈവസന്നിധിയില് നമ്മളെ പഴയതിനെ ഉരിഞ്ഞു മാറ്റണം, മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടണം. അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കണം. അടുത്ത പറയാണ് സമാധാനമായിരിക്കും. അപ്പൊ ഈ സന്തോഷവും സമാധാനവും എല്ലാം പരിശുദ്ധാത്മാവിന്റെ ബലങ്ങളാണ്. അപ്പം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനത്തിലും ആനന്ദത്തിലും ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൽ ആനന്ദിക്കുന്നവൻ, ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നവൻ, തീർച്ചയായിട്ടും ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിനക്കൊന്നിനും കുറവ് വരുത്തില്ല. നമുക്കറിയാം, ഭാര്യ ഭർത്തൃക്കളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നാലോ അവിടെയും നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. കാര്യം അവിടെ പറയുന്നുണ്ട്, വിവാഹബന്ധം ഇന്ന് ഒരുപാട് വേർപെട്ടുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് വിവാഹബന്ധം വേർപെട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിൽ സന്തോഷിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല, വിവാഹ ജീവിതത്തിൽ പോലും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഭാര്യ നിന്നെ വിട്ടു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഭർത്താവിന് ഭാര്യയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. 2 കാര്യങ്ങളാ. ഒന്ന്, ഭർത്താവിന് ഭാര്യയെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അവക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പോകരുതെന്നാ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. ശേഷമുള്ള കർത്താവ് പൗലോസ് പറയാണ്, ഏതെങ്കിലും സഹോദരന് അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടായിരിക്കും, അവൾ അവനോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത്. അതുപോലെ തന്നെ തിരിച്ചും പറയുകയാണ്. അപ്പൊ ആ സന്തോഷം, ദൈവത്തിന്റെ സന്തോഷം വരണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ ജീവിക്കാൻ അനുവദിക്കണം. അപ്പൊ ഭാര്യ ഭർത്തൃബന്ധത്തിലെ ഒരു ഇടർച്ചയ്ക്ക് കാരണം ഉണ്ടാകത്തില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാം. ഇനി നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 15:6 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയ ആട്. ആ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടിയപ്പോഴുണ്ടായിരുന്ന ആ സന്തോഷത്തിൽ മറ്റുള്ളവരുടെ സന്തോഷിക്കാനായിട്ട് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അവരോട് പറയുകയാണ്, ഇതാ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആട് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് സന്തോഷിക്കുവേൻ. മറ്റുള്ളവരുടെ സന്തോഷത്തിലും നമ്മൾ പങ്കുചേരണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി സങ്കടപ്പെട്ടിരിക്കുന്നവരെ, വേദനിക്കത്തിരിക്കുന്നവരെ, അവരെ ഏതെങ്കിലും വിധത്തിൽ നമുക്കൊന്ന് സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ആ സന്തോഷം അവരേക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധി പിന്നെ അടുത്ത വചനം പറയുന്നു, നമ്മുടെ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് യോശുവയുടെ പുസ്തകം 3-5 വചനത്തിൽ പറയുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. ഇന്ന് നിങ്ങളെ ഞാൻ പറയുന്നത് ഇന്ന് എന്നുള്ള വിഷയത്തെയാണ്. അത് സന്തോഷിക്കണം, നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധീകരണം വേണം. ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവേൻ, നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ പലപ്പോഴും അത്ഭുതങ്ങൾ കാണാനും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ നിർഭാഗ്യവരാണ്. കാരണം നിങ്ങൾ ഭൗതിക സുഖത്തിന് വേണ്ടിയാണ് ദൈവസന്നിധി കടന്നു വരുന്നതെന്ന് ദൈവത്തിന് അറിയാൻ സാധിക്കുന്നുണ്ട്.
അത് നിങ്ങൾക്ക് ലഭിച്ചാൽ അത് കിട്ടിക്കഴിയുമ്പോൾ വേറെ പ്രശ്നം വരും, അത് കിട്ടിക്കഴിയുമ്പോൾ വേറെ പ്രശ്നം വരും. അതിലും നല്ലത് കർത്താവിൽ ഞാൻ ആനന്ദിച്ചാൽ കർത്താവ് തരുന്ന സന്തോഷം ആർക്കും അപകരിക്കാൻ പറ്റത്തില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒരിക്കലും മറ്റുള്ളവരുടെ പിടിയിൽ പോകുകയോ മറ്റുള്ളവരെ അവന്റെ സന്തോഷം കെടുത്താൻ നോക്കിയോ കെടുകയോ ചെയ്യില്ല. കാര്യം ഞാൻ കർത്താവിലാണ്. അതുകൊണ്ടാണ് മറിയം പറയുന്നത്, എന്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം കർത്താവിലാണ് ആനന്ദിക്കേണ്ടത്. എന്റെ മനസ്സ് മുഴുവനും കർത്താവിലായിരിക്കണം. എന്റെ ശരീരവും മനസ്സും കർത്താവിനെ പരമേൽപ്പിച്ചാൽ നമ്മുടെ സന്തോഷം ആർക്കും അപകരിക്കാൻ സാധിക്കത്തില്ല, കർത്താവിന്റെ സംരക്ഷണത്തിലായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ നമ്മളെ ഈ സന്തോഷം നഷ്ടപ്പെടുത്തുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വരുന്ന ഒന്നാമത്തെ മേഖലയാണ് കഴിഞ്ഞകാല ജീവിതത്തിലെയും വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് ഒരു വകയുമില്ല. കാര്യം നമുക്കറിയാം ഒരു വകയില്ല. കാര്യം അതേ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കാലത്തിൻ്റെ എല്ലാം വിട്ടുകളയുക. നാളത്തെ കാര്യം നമ്മൾ ആലോചിക്കാതിരിക്കുക. ഇന്നത്തെ കാര്യം ദൈവം തമ്പുരാൻ ചെയ്തു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി, അടിയുറപ്പോടു കൂടി നാം മുന്നോട്ട് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ കർത്താവ് നിന്നെ സഹായിക്കും, കർത്താവ് നിന്നെ നയിക്കും, കർത്താവ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്റെ ആ സന്തോഷം കെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധി ഞാൻ കൂടുതലായിട്ട് നിർത്തുന്നില്ല, കൂടുതലായിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. കാര്യം നാളെ എനിക്ക് രാവിലെ തന്നെ എറണാകുളത്ത് എത്തിയാൽ അവിടുത്തെ വചനപ്രഘോഷണം നടക്കത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, സന്തോഷം കെടുത്തുന്ന ഏത് മേഖലകളും കടന്നു വരാൻ സാധ്യതയുണ്ട്. കാര്യം ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സാത്താൻ ഏത് വിധത്തിലും നമ്മുടെ സന്തോഷം കെടുത്തുന്ന ഏത് അവസ്ഥകളും സന്തോഷം കെടുത്തുന്ന നമ്മളിലേക്ക് ആഞ്ഞടിക്കും. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കണം. കർത്താവ് എൻ്റെ ബലം, കർത്താവ് എൻ്റെ സങ്കേതമാണ്, കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, കർത്താവ് എൻ്റെ വെളിച്ചമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? അപ്പൊ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് നിരാശയില്ല, ആകുലതകളില്ല, ഉത്കണ്ഠകളില്ല. അവൻ എപ്പോഴും സന്തോഷിക്കാനായിട്ട് സാധിക്കും. എന്നെ കാണുന്നവരൊക്കെ പറയും, ബ്രദർ എപ്പോഴും സന്തോഷം, എപ്പോഴും സന്തോഷമാണ്. വേദനകൾ വന്നപ്പോഴും സന്തോഷമാണ്. ജീവിത പങ്കാളി വേർപെട്ട് പോയപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും സ്വീകരിക്കുകയും പറയുകയും ചെയ്തപ്പോൾ രണ്ടു കൂട്ടർ എപ്പോഴും ഉണ്ടല്ലോ. പരീക്ഷന്മാരും നിയമജ്ഞരും എപ്പോഴും കാണുമല്ലോ. ഞാൻ എല്ലാവരെയും, കാര്യം പിള്ളേർക്കൊന്നും ആരെയും പരിചയമില്ല. ആരാ വന്നു പോകുന്നത് എങ്ങനെയാണെന്ന് അവരെ സ്വീകരിക്കുവാനും അവർക്ക് നന്ദിയുടെ ഒരു വാക്ക് പറയുവാനും തീർച്ചയായിട്ടും വേറെ ഒരാൾ എനിക്കില്ല. എൻ്റെ വീട്ടുകാർക്കും ആർക്കും ഒന്നും അറിയില്ല. ഞാൻ പോകുന്ന ഇടങ്ങളിൽ നിന്ന് ഒരുപാട് വ്യക്തികൾ വരുമ്പോൾ അപ്പോൾ ഒരു വിഡ്ഢി എന്നേ പറയാൻ പറ്റില്ല, ഒരു വിഡ്ഢി പറയുക, ബ്രദറിന്റെ മുഖത്ത് ഒരു സങ്കടം പോലും കാണുന്നില്ലല്ലോ എന്ന്. പ്രിയമുള്ളവരെ, മരിച്ചവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ സന്തോഷിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്താണെന്നറിയോ? അവർ വേർപെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആശ്വസിക്കുക, സന്തോഷിക്കുക എന്ന് പറഞ്ഞ കാര്യം ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരെയും കുറിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉണ്ട്. അവര് ഈ ലോകത്ത് നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ അവരെ കുറിച്ച് നമുക്ക് ആകുലതയില്ല, അവരെ കുറിച്ച് നമുക്ക് ഉത്കണ്ഠയില്ല, അവരെ കുറിച്ച് നമുക്ക് നിരാശയില്ല, അവരെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് മരിച്ചവരെ ഓർത്ത് നിങ്ങൾ കരയരുത് എന്ന് നല്ല അറിവുണ്ടായിരിക്കണമെന്ന് പൗലോസ് പറഞ്ഞേക്കുന്നത്. കത്തോലിക്കനാന്ന് പറഞ്ഞിട്ട് എന്താ പറയാനോ, ഒന്നും അറിയാൻ മേലാത്ത ഒരു വാക്ക് പറയുന്നത് കേട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. കാര്യം ഞാൻ വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും എളിമയല്ല. അദ്ദേഹത്തിന് നല്ല ബോധ്യം കൊടുക്കണം. മരിച്ചവരെ ഓർത്ത് കരഞ്ഞാൽ തിരിച്ചു വരത്തില്ല. സന്തോഷിക്കണം. നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ ചെണ്ട കൊട്ടി നൃത്തമാടിയാണ് ശവം കൊണ്ടുപോകുന്നത്. പൂക്കളൊക്കെ വാരി എറിഞ്ഞ് നൃത്തമാടി സന്തോഷത്തോടെ കൊണ്ടുപോകുന്ന ഒരിടം ഞാൻ കണ്ടേക്കുന്നത് തമിഴ്നാടാണ്. അവരെ നല്ലപോലെ അതിനെ ഇരുത്തി സന്തോഷിച്ച് അവരെ ചെണ്ടയും കൊട്ടി തുള്ളിച്ചാടി അവർ കൊണ്ടുവന്ന് അടക്കം ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊക്കെ പോകുന്ന വിലാപയാത്രയാ, അവരുടെ സന്തോഷയാത്രയാ. കാര്യം സ്വർഗത്തിലേക്കുള്ള യാത്രയല്ലേ. അവർക്കതറിയാം. നമ്മളെ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ വിലാപയാത്രയാ. കാര്യം ദുഃഖിച്ച് കരഞ്ഞ് മൂക്കിക്കൂടെ ഒലിപ്പിച്ച് കണ്ണിക്കൂടെ ഒലിപ്പിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വ്യക്തി കുഴി ചെല്ലുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വരുമെന്ന് നമ്മുടെ വിചാരം അല്ലെ. നമുക്ക് പ്രത്യാശയില്ലാത്തവർ, അതുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്. പ്രത്യാശ ഉള്ളവരായിരിക്കണം. ആ പ്രത്യാശയാണ് നമുക്ക് സന്തോഷം തരുന്നത്.
അതുകൊണ്ട് എൻ്റെ അച്ഛന്മാരും ആത്മീയ ഗുരുക്കന്മാരും എല്ലാം വന്നപ്പം പറഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന ബ്രദറിന് ശക്തി കൊടുക്കണമേ എന്നായിരുന്നു. കാര്യം 40 വർഷം എന്നെ എന്നെ കൊണ്ടു നടക്കുവാനായിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനായിട്ടും എനിക്ക് ഉണ്ടായിരുന്ന വ്യക്തി തകർന്നു പോകുമ്പോൾ എൻ്റെ ചങ്ങനാശ്ശേരിയിലെ ഡയറക്ടറച്ഛന് അറിയാം. അച്ഛന് പലപ്പോഴും ഞങ്ങളെ തമ്മിൽ കാണുകയും എടുക്കുകയും എല്ലാം സന്തോഷമുണ്ട്, നല്ലൊരു ജീവിത പങ്കാളിയാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി ഒത്തിരി ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു എൻ്റെയും പ്രാർത്ഥന ബ്രദറിന് ശക്തി കൊടുക്കണമെന്ന്. വന്നു കണ്ടപ്പോൾ ബ്രദറിന്റെ മുഖത്തിന് ഒരു പ്രകാശം ഉണ്ടായിരുന്നു. അതെ പ്രിയമുള്ളവരെ, ഞാൻ ദുഃഖിച്ചിട്ട് കഥയില്ല എന്നറിയാം. മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കരുതെന്ന് ബൈബിൾ പറയുന്നുമുണ്ട്. ഇത് പ്രഘോഷിക്കുന്ന ഞാൻ ദുഃഖിച്ചാല് പിന്നെ എൻ്റെ പ്രഘോഷണത്തിന് എന്താണ് അർത്ഥം? എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിച്ചു. ഈ 1 ഇയർ വരെ, ഈ 1 ഇയറിന്റെ അതിന്റെ ആനിവേഴ്സറി നമുക്കറിയാം, ഡെത്ത് ആനിവേഴ്സറി നമുക്കറിയാം. 1 ഇയർ നടത്തിയത് വരെ സന്തോഷത്തോടു കൂടിയായിരുന്നു. എല്ലാം ദൈവം ശക്തനായും വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാര്യം തമ്പുരാനിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഞാൻ ഈ ഒരു ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. നമ്മളെ സന്തോഷം കെടുത്തുന്ന എന്ത് വന്നാലും, ഇപ്പൊ സന്തോഷിച്ചിരിക്കുന്ന പെട്ടെന്ന് പറയുക നിനക്ക് ക്യാൻസറാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സന്തോഷം എവിടെ പോകുന്നെന്ന് അറിയത്തില്ല. പിന്നെ നിരാശയും ദുഃഖവും വേദനയും ആ രോഗത്തെക്കുറിച്ചുള്ള അത് കേട്ടെങ്കിൽ കേട്ടപടിയെ വിട്ടേക്കണം. 2 ചെവി തന്നിട്ടില്ലേ, കേൾക്കേണ്ടത് കേട്ടിട്ട് വിടാനൂടെയാണ്. എന്നാ കേട്ടത് ഉള്ളിലാക്കുന്നത് ദൈവവചനം, ദൈവകാര്യങ്ങൾ മാത്രമേ ഉള്ളിലാക്കാവുള്ളൂ. ബാക്കി കേട്ടത് കേട്ടപാടെ വിട്ടുകളയണം. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തെ സന്തോഷത്തോടു കൂടി എപ്പോഴും ജീവിക്കാൻ സാധിക്കും. എല്ലാത്തിലും സന്തോഷിക്കണം. എല്ലാത്തിലും സന്തോഷം വന്നാലും സന്തോഷിക്കണം, ദുഃഖം വന്നാലും സന്തോഷിക്കണം, വേദന വന്നാലും സന്തോഷിക്കണം. അപ്പോൾ ആ സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നവർക്ക് വേദന നിസ്സാരമായിട്ട് കാണാൻ സാധിക്കും. സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുന്നവർക്ക് വേദനകളില്ലെന്നാ പറയുന്നത്. നമുക്കറിയാം എത്ര വ്യക്തികളെ സന്തോഷത്തോടെ. ഒരമ്മയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. 7 മക്കളെ കൺമുമ്പിലിട്ട് ചുട്ടുകൊന്ന് തൊലി ഇരിഞ്ഞു വറച്ചട്ടിക്കകത്ത് ഇട്ടിട്ട് ആ അമ്മയ്ക്ക് പിന്നെ അടുത്ത ആളെ കൊണ്ടുപോകുമ്പോൾ അവന് ധൈര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയെ ഞാൻ കണ്ടു. അതുപോലെയാണ് മരണം മുമ്പിൽ 6 മക്കളുടെ മരണം കണ്ട് 7ാമത്തവനും പോയപ്പോൾ പറഞ്ഞാണ്ട് 6 സഹോദരന്മാർ നീ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് മരിച്ചത്, അതുകൊണ്ട് നീയും ധൈര്യമായിട്ട് പോകുക എന്ന് പറഞ്ഞു വിടുന്ന ഒരു അമ്മയാണ് കാണുന്നത്. 7 കൊന്നിട്ടും അധികാരികൾക്ക് തൃപ്തി വന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന വ്യക്തിക്ക് എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കും. അതിന് പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ് ഏറ്റവും അത്യന്താവശ്യം. നമുക്ക് പ്രാർത്ഥന കുറവാണ്, അതാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് ദൈവസന്നിധി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിലെ നമ്മളെ കേട്ട കാര്യങ്ങൾ ഒന്ന് എളിമയുടെ തലത്തിൽ വരിക.